ഇന്നലത്തെ ആദ്യ രാത്രിയെ കുറിച്ച് ഓർക്കുമ്പോ എന്തോ പോലെ ഇനിയിപ്പോ ഞാൻ അവളെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ്. അച്ചു ആരാണ് സെറ്റ് ചെയ്തത്? അച്ചു അതെ, ഞാൻ ആദ്യം അച്ഛൻ വിളിച്ചപ്പോ ആരുടെ ചെറ്റേന്നാണ് പറഞ്ഞത്. അയ്യോ, ആരുടെ ചെറ്റേന്നല്ല, ആരതിയുടെ ചേട്ടാന്ന്, അപ്പുറത്തെ വീട്ടില്. അതായിരുന്നു പറഞ്ഞല്ലേ. അച്ചു ഒരു മിനിറ്റ് വന്നു, ഒന്ന് പോടുന്നു. ഒരു കാര്യം പറഞ്ഞു. എനിക്ക് നാണോ. എന്താ? ഒരു കാര്യം പറഞ്ഞോട്ടെ. പല്ലേച്ചിട്ടില്ല. അയ്യോ, പല്ലേക്കാത്തുമ്പോ എനിക്ക് വേണ്ട. അയ്യോ അതല്ലൊന്ന് പല്ലേച്ചിട്ടില്ല. പേസ്റ്റ് ഒന്ന് എടുത്തരാവാ. അമ്മ ഉണ്ടായിരുന്നല്ല, അകത്ത് ചോദിച്ചാ പോരായിരുന്ന? ആദ്യമായിട്ട് അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ. എന്റെ ദൈവമേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചേട്ടൻ പല്ലേക്കുന്നത്. അപ്പൊ ഇന്നലെ രാത്രി തേച്ചില്ല. അങ്ങനെയല്ല, ഞാൻ ഈ വീട്ടിൽ വന്നു കേട്ടുള്ളൂ. വന്ന ഉടനെ ആദ്യമായിട്ട് പേസ്റ്റ് ചോദിക്കുന്ന. അതിനിപ്പോ എന്താ, പേസ്റ്റ് അല്ലേ ചോദിച്ചുള്ളൂ, വേസ്റ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ. എന്നാലും അങ്ങനല്ല, ഞാൻ എടുത്തു തന്നാ ആദ്യ. മതി മതി മതി. അതെ, ഞാൻ മിനിഞ്ഞാന്ന് തേച്ചിട്ട് എവിടെ വെച്ച് നോക്കട്ടെ. അപ്പൊ ഇന്നലെ തേച്ചില്ലായിരുന്നോ? അത് വിട്ടെ. പിന്നെ അച്ചു, നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തെ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എനിക്ക് നാണാണ്. അല്ല, നാണം വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഗുഡ് നൈറ്റ് ആണോ പറഞ്ഞ? അതൊന്നല്ല പറഞ്ഞത്. നീ പറഞ്ഞറിയുമോ, നിന്റെ വീട്ടിലെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കയറി നോക്കിയായിരുന്നേ, നിറയെ അട്ടയും കുറെ ഒച്ചു മാത്രമുള്ള. അത് ചേട്ടൻ കേട്ടേന്റെ മിസ്റ്റേക്കാ. ഞാൻ പറഞ്ഞതേ അട്ട ഒച്ചു ബാത്റൂം എന്നാ. ഒച്ചു ബാത്റൂം എന്നാണ് പറഞ്ഞത്. അച്ചു ഒച്ചല്ല, അച്ചു എന്ന് വിളിച്ചാണ്. അയ്യോ ഹരിയേട്ടാ, അതിങ്ങ് വന്നേ. നമ്മുടെ കല്യാണം ഇന്നല്ലേ കഴിഞ്ഞത്? നിന്റെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ത്? അതെ, കള്ളന്മാര് കൊണ്ടുവന്ന് അച്ഛനാലന്മാര് വെച്ച് പൂട്ടി. ഓ, ഏത് കള്ളന്മാരാണോ? നിന്റെ കയ്യിലും കഴുത്തിലൊക്കെ കരപ്പന്റെ പാടടിച്ചോണ്ട് വേണ്ടി പോണത്. കരപ്പന്റെ പാടായിരുന്ന? ഞാൻ വിചാരിച്ചു സ്വർണ്ണായിരിക്കും. ഹരിയേട്ടാ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഇതുപോലൊരു എന്റെ ചിറ്റപ്പൻ ഉണ്ടാക്കിയാണ്. നാരങ്ങാക്കറി അടിപൊളിയായിരുന്നു. കൂട്ടുകാരെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെങ്ങനെ പറയാ ഞാനത്? അന്ന് നല്ലാണെങ്കിൽ നല്ലാന്ന് പറയണം, കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയണം. കൊള്ളൂലെന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്റെ റൈറ്റ് സൈഡിൽ കവളത്ത് മറികണ്ടായിരുന്ന കൂട്ടുകാരിയല്ലേ, അടിപൊളി കൂട്ടുകാരാ. കൂട്ടുകാരുടെ പേരെന്തായിരുന്നു? ഞാൻ കൂട്ടുകാരുടെ കാര്യം ചോദിച്ചത്, കൂട്ടുകാരുടെ കാര്യമല്ല. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പാറേട്ടാ. കൂട്ടുകാരി നല്ല അടിപൊളിയാണ്. ഇപ്പൊ തന്നെ പച്ച തെറി കേട്ടേ. അല്ല, ഈ പച്ചക്കറി വിഭവങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞതാണ്. ഏത് കൂട്ടുകാരുടെ കാര്യം പറഞ്ഞത്? ഇത് നീ വീട്ടിലായിരുന്നാ? ഞാൻ നമ്മളെ കല്യാണം നല്ല കഴിഞ്ഞിരിക്കായിരുന്നല്ലോ. ഞാനാണെങ്കിൽ ടെൻഷൻ, എനിക്കാണെങ്കിൽ മൂട്ടി തീ പിടിച്ച് നിൽക്കാനേ. അല്ല, മൂട്ടി തീ പിടിച്ചെന്ന് പറഞ്ഞ് അത് കിടത്തണ്ടേ? ഏട്ടന്റെ മൂഡ് പോയോ? ഇപ്പോഴും നല്ല മൂടവാ. എന്തി പറയണ മൂഡ് പോയോന്ന്? തണുത്ത വെള്ളം ഓക്കെ, ചൂടുള്ള നീ മൂഡ് പോയേനെ. അതെ, എന്റെ അമ്മ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഏട്ടാ. നിന്റെ അമ്മ സെൻസിറ്റീവ് അല്ല, ഡിറ്റക്റ്റീവ് ആണ്. ഞാൻ എവിടെ പോയാലും എന്റെ അമ്മ എന്റെ പുറകെ വരും. വന്നോണ്ടിങ്ങനെ എന്തായാലും പറഞ്ഞോണ്ടിരിക്കും. എന്നെ കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ പറയാൻ. അത് വിട്. നിന്റെ വീട്ടിലെ സദ്യയുടെ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? എന്റെ വീട്ടിലെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഏട്ടന്റെ വീട്ടിലെ സദ്യ സൂപ്പർ ആയിരുന്നു. ചേട്ടന്റെ വീട്ടിലെ സദ്യയിലല്ലേ ആ പൊരിച്ച മീനില്ലേ, അത് സൂപ്പർ ആയിരുന്നു. അയ്യോ, അത് പൊരിച്ചുമില്ലായിരുന്നു. പിന്നെ എന്റെ വല്യമ്മച്ച് മേക്കപ്പ് എടുത്ത ടിഷ്യൂ പേപ്പർ. അതെ, അത് ഞാൻ ചെയ്തോളാം. പിന്നെ ഡ്രസ് അലക്കാനും ഈ മീൻ വിട്ടാണെന്ന് എന്നെ വിളിക്കല്ലേ? എന്തൊക്കെയാണ് പറയണ? അരിയിട്ടാന്ന് വെച്ചു. അരിയിട്ടാന്നല്ല, ഹരിയേട്ടാന്ന്. ഹരിയേട്ടനെ കല്യാണത്തിന് മുമ്പ് എത്ര പ്രേമം ഉണ്ടായിരുന്നു. എന്താ അച്ഛ അങ്ങനൊന്നും പറയല്ലേ. ഞാനിപ്പോ എനിക്ക് അങ്ങനെ ഹരിയേട്ടാ, ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് അല്ലേ, എന്തെങ്കിലും തുറന്നു പറഞ്ഞോ? അല്ല, അങ്ങനല്ല. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ ഞാനത് എങ്ങനെയാണ് വിശദീകരിച്ച് തരാന്ന് ഞാൻ ആലോചിക്കണേ. ഒരു പണി ചെയ്യാം. ഇതേ ഈ ഇരിക്കണ ബക്കറ്റാണ് ഞാൻ. ഇതിൽ കിടക്കണ വെള്ളമാണ് എന്റെ കാമുകി. ഇത് രേവതി 1, ഇത് എലീന പണിക്കർ. അങ്ങനെ 2 കാമുകിമാർ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ചു, ഈ ചോദിച്ച ചോദ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ, നിനക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നു? ഇത് ഞാൻ കാണിച്ച പോലെ കാണിച്ചാൽ മതി. ഇത് എവിടെ പോണത്? അങ്ങനല്ല, വന്നപ്പോ മുതൽ ഈ ഡ്രസ് ഇട്ട് ദൂരം മാറ്റിക്കൂടെ? അങ്ങനെ അഴിക്കാനായിട്ട് എനിക്കൊന്നുമില്ലല്ലോ. ഒത്തുപിടി കണ്ണുപൊത്തല്ല വാപത്തന്നെ പറഞ്ഞത്. ഞാൻ ഡ്രസ് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ വീട്ടിലല്ല എനിക്കുള്ള ഡ്രസ്സൊക്കെ കിടക്കുന്നത്. ഞാൻ വെറുതെ ടെൻഷനായി പോയി. ഏട്ടൻ നമ്മുടെ കല്യാണ റിസപ്ഷന് പാടിയ പാട്ടുണ്ടല്ലോ, ഒന്നും തോന്നരുത് കേട്ടാ, പരമ ബോറായിരുന്നു. കൊള്ളൂലായിരുന്നല്ലേ? അതെന്താ സംഭവം അറിയുമോ? സോനവേടകം പോയി കിടക്കുന്നു. 2 മാസമായിട്ടില്ല. ജീവിതം പോയല്ല. ജീവിതമല്ല, സൊനപേടകം എന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ചേട്ടാ, എന്തായാലും എന്റെ ജീവിതം പോയില്ല ഏട്ടാ. അല്ല, സൊനപേടകം പറഞ്ഞ തൊണ്ടേണ്. തൊണ്ടല്ല, തൊണ്ടേണ്. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇല്ലാന്ന് പറയുമ്പോഴേ ഞാനങ്ങ് ഇല്ലാണ്ടായി പോണു. നീ ഇങ്ങനെ പറയുമ്പോ ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായി പോവാ.
അച്ഛൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? നമുക്ക് 3 കുട്ടികൾ വേണം. ഇങ്ങനെ പോയ 3 കുട്ടികളല്ല, 3 കുട്ടികൾ വേണോന്നല്ലേ ഹരിയേട്ടാ? ഹരിയേട്ടനോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചിയുടെ മോളിലെ ഹെയർ ഹോസിസ് ആണ്. അവര് പറയണേ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അവരങ്ങനെ പറഞ്ഞ ഈ ചേച്ചി കാണാൻ ആളെങ്ങനെയുണ്ട്? സൂപ്പറാണ്, എന്നെ പോലെ തന്നെ സുന്ദരിയാ. ആണാ? ഞാൻ എന്റെ അടുത്തൊരു കാര്യം പറയട്ടെ, എന്താ? ഒന്നും തോന്നരുതട്ടാ, എനിക്ക് ഈ രാത്രി ഉണ്ടല്ലോ ഉറക്കത്തിൽ നിന്ന് എണീറ്റിറക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് മുൻകൂർ ജാമ്യം, ഇത് മുൻകൂർ ജാമ്യം. മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലി പൊട്ടിക്കും. അങ്ങനൊന്നും ഇല്ലല്ലോ. മുട്ടിന്റെ ചിരട്ടയില്ലേ? മുട്ടിന്റെ ചിരട്ടയുണ്ട്, ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കൂലെന്നാണ് പറഞ്ഞത്. ഹരിയേട്ടാ, നാളെ നമുക്ക് എന്താട്ടാ പരിപാടി? നാളെ നേരം വെളുക്കുമ്പോൾ മൂടൽ മഞ്ഞൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കുറെ ആപ്പിളിന്റെയും കുറെ ഓറഞ്ചുകളുടെയും നടുക്കിരുത്തി നിന്നെ കൊണ്ട് ഞാൻ അങ്ങ് പറ. എന്ത് രസമായിരിക്കല്ലേ? ആ രസിച്ചിട്ട് കൂട്ടാൻ വേണ്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് നീ 5 കിലോ 100 5 കിലോ 100 എന്ന് വിളിച്ച് പറയണം. എന്നാലും നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ ആള് കയറുള്ളൂ. ഉണക്ക ഫ്രൂട്ട്സ് അടയ്ക്ക് എന്നെ കിട്ടൂലട്ടാ. അച്ചു, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഭാര്യമാർക്ക് ആരായിരിക്കണം? ഭർത്താവ് അതല്ല, ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട് ആയിരിക്കണം, ലവർ ആയിരിക്കണം, അമ്മയായിരിക്കണം. ഇന്ന് മുതൽ ഇങ്ങനെയൊക്കെ നീ എന്നോട് പെരുമാറണം. അമ്മയുടെ പൊന്നെ, അമ്മയുടെ ചക്കര വാവേ, അമ്മയുടെ കുണ്ണ വാവേ. എടാ പന്നി, പല്ലേക്കാൻ പറഞ്ഞാടാ നിന്നോട്? എപ്പ പറഞ്ഞാടാ പല്ലേക്കാൻ? ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്റെ അമ്മ ഇങ്ങനെ പല്ലേച്ചില്ലെങ്കിൽ അപ്പ തല്ലും. അമ്മ വേണ്ട, ഫ്രണ്ട് ലവർ മതി. മച്ചാനെ, ഒരു 500 ഷെയർ വെച്ചാനെ, ഒരു സാധനം എടുക്കണ്ടേ? നമുക്ക് റൈഡ് പോയാലോ? കേറി പൊളിക്കാം. ഇതെന്താണ് അച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഫ്രണ്ട്സ് ഇങ്ങനല്ലേട്ടാ? അതെ, ഫ്രണ്ട്സും വേണ്ട, ലവറും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യ മതി. അയ്യോ, എന്റെ ഏട്ടന് ചായ കൊടുക്കാൻ സമയം നോക്കട്ടെ. തിരിഞ്ഞു നോക്കി ഒന്നും കണ്ടില്ലെങ്കിൽ പൊളിഞ്ഞു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാണ്ട് ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. പിന്നെ നാളെ നമ്മൾ എന്റെ വീട്ടിൽ പോവാനെ. അപ്പൊ വീട്ടിൽ പോണ സമയത്ത് നിന്റെ അച്ഛന്റെ അടുത്ത് എനിക്ക് തരാന്ന് പറഞ്ഞൊക്കെ തരണേ. അങ്ങനെ പൈസയായിട്ട് സ്വർണ്ണമായിട്ട് തരില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു അച്ഛന്റെ പേരിലൊക്കെ എന്റെ പേരിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞു. അയ്യോ, അതങ്ങനല്ലേട്ടാ. എന്റെ അച്ഛൻ ഈ വീട് പണിയാൻ വേണ്ടിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു. അത് അച്ഛന്റെ പേരിലാണ്. പിന്നെ നമ്മുടെ കല്യാണത്തിന് ചെലവിന് വേണ്ടി കുറച്ച് കടം മേടിച്ചായിരുന്നു. അതും അച്ഛന്റെ പേരിലാണ്. അപ്പൊ ഈ അച്ഛന്റെ പേരിലുള്ള ബാധ്യതകളൊക്കെ ഇനി ഏട്ടന്റെ പേരിലങ്ങ് എഴുതി തരും. ഇനി ആ ബാധ്യത വീട്ടണ്ട ആരാ? എന്റെ ഹരിയേട്ടൻ. അപ്പൊ നിന്റെ അച്ഛൻ നിന്നെ കൂടെ കെട്ടിച്ചതല്ല, പറ്റിച്ചതാ. സത്യം അല്ല.